ഇന്ത്യൻ ഫുട്ബോൾ ടീം എന്തെങ്കിലും ഫിഫ വേൾഡ് കപ്പ് വിൻ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ഹേ വാട്സ്ആപ്പ് എവരിവൺ, ദിസ് ഇസ് ആൽവിൻ പോൾ. വെൽക്കം ടു ന്യൂഎക്സ്. ഇന്ന് തിങ്കെക്സിന്റെ ഒരു റിസർച്ചിങ് പ്രോഗ്രാം ആയിട്ടുള്ള സ്പോർട്സ് ഇൻഡസ്ട്രിയെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇന്നത്തെ ഫിഫ റാങ്ക് പ്രകാരം 127ാമത്തെ സ്ഥാനത്താണ് ഇന്ത്യയുടെ സ്ഥാനം. ഇത്രയും വലിയൊരു രാജ്യത്ത് എത്രത്തോളം അത്ലറ്റ്സ് ഉണ്ട്? ഓവറോൾ ഒളിമ്പിക് ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. വളരെ തുച്ഛമായ അത്ലറ്റ്സ് മാത്രമേ വിൻ ചെയ്യുന്നുള്ളൂ. എത്രത്തോളം ഇൻവെസ്റ്റ്മെന്റ് സ്പോർട്സ് ഇൻഡസ്ട്രിയിലേക്ക് പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ട്. ആക്ച്വലി എൻ്റെ ഒരു ആഗ്രഹം കൂടെയായിരുന്നു ഈ സ്പോർട്സ് ഇൻഡസ്ട്രിയെ പറ്റി റിസർച്ച് ചെയ്യണം. ഞാനൊരു ഫുട്ബോളറായിരുന്നു. 2020 വരെ ഒരു ഫുട്ബോളറായിട്ടായിരുന്നു എൻ്റെ കോളേജ് ലൈഫിലേക്ക് തന്നെ എൻ്റർ ചെയ്യുന്നത്. സ്പോർട്സിൽ ഞാനൊരു ഫുട്ബോൾ പ്ലെയർ ആകാൻ വേണ്ടി ഒരുപാടധികം ട്രൈ ചെയ്തു. പക്ഷേ ഒരുപാടധികം മിസ്റ്റേക്സ്, അതുപോലെ കോവിഡ് വന്ന സമയത്തൊക്കെ ഫിസിക്കലി കുറച്ചൊരു വീക്കായ സമയത്താണ് എനിക്ക് സ്പോർട്സിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നത്. വേറൊന്നുമല്ല, ലിഗമെന്റ് ഇഞ്ചറി ഉണ്ടായി. ആ സമയത്ത് കംപ്ലീറ്റ് ആയിട്ട് ഫുട്ബോൾ ഉപേക്ഷിക്കേണ്ടി വന്നു. സ്പോർട്സ് വലിയൊരു സാധ്യതയുള്ള ഒരു മേഖലയാണ്, സ്പെഷ്യലി ഇന്ത്യ പോലൊരു രാജ്യത്ത്. കാരണം ഇത്രയധികം പോപ്പുലേഷൻ ഉള്ള ഒരു രാജ്യമാണ്. പക്ഷേ നമുക്കത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടില്ല. എങ്ങനെ നമുക്ക് ഓരോ ഇൻഡസ്ട്രീസിനെ വളർത്തിയെടുക്കാൻ വേണ്ടി സാധിക്കും? അതേപോലെ നമ്മൾ സ്പോർട്സ് എടുത്തിട്ടുണ്ട്. ആ സ്പോർട്സിൽ എത്രത്തോളം നമുക്ക് ഡെവലപ്മെന്റ് എടുക്കാൻ വേണ്ടി സാധിക്കുന്നത് മാത്രമാണ് ഈ റിസർച്ച് കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഇതിനുവേണ്ടി നമുക്ക് ഒരുപാട് ആൾക്കാരുടെ സപ്പോർട്ടും വേണം. നിങ്ങൾ തയ്യാറാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് വലിയൊരു ചേഞ്ചസ് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. സോ താങ്ക് യു സോ മച്ച്.